നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 18-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 2-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് ചോതി. അപ്പോൾ നക്ഷത്രം നമുക്ക് വളരെ അനുകൂലപ്രദമായ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അതേപോലെ തന്നെ ഇന്ന് ചൊവ്വാഴ്ച അത്ര നല്ല ദിവസമല്ല. നക്ഷത്രം കൊള്ളാം, പക്ഷേ ദിവസം നല്ലതല്ല. ചൊവ്വ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ സൂക്ഷിക്കണം. ശത്രുക്കളുടെ എണ്ണം കൂടും. അപ്പോൾ നമ്മൾ വാഴുന്ന പറയുന്നത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കും, നമുക്ക് കിട്ടുന്ന റിസൾട്ട് മറ്റൊന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വാഹനം ഓട്ടിക്കുന്നവർ, വാഹനമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, യന്ത്രസാമഗ്രികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അതുപോലെ അഗ്നി ഭയം ഉണ്ടാകാനിട, അഗ്നി പൊള്ളലൊക്കെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ കുറച്ച് സൂക്ഷിക്കണം. അതുപോലെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വൃശ്ചിക മാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കണം. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ സൂക്ഷിക്കണം. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കേസ് വഴക്കുകൾ വരാം, അതുപോലെ തീപ്പൊള്ളലേക്കാം, അതുപോലെ ആക്സിഡൻറ്റിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിലൂടെ സർജറിയിലൂടെയോ മുറിവുണ്ടാവാം, ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും, ധനനഷ്ടം ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടാവാൻ ഇടയുള്ള ഒരു വർഷമായതുകൊണ്ട് നമുക്ക് ഒരു ദിവസത്തെ കാര്യം പേടിക്കണ്ട. ഒരു വർഷം വരുമ്പോൾ നിങ്ങൾ കുറച്ച് കെയർഫുള്ളായിരിക്കണം. അതിന് ശരിക്ക് പരിഹാരം ചെയ്ത് പോകണം. പ്രത്യേകിച്ച് ചൊവ്വയുടെ ദോഷത്തെ കുറയ്ക്കാനായിട്ട് സർവ സൈന്യാധിപനായ മുരുകനെ തന്നെ പ്രീതിപ്പെടുത്തണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതേപോലെ ശ്രീ മുരുക യന്ത്രം, ഈ അസുഖമോ അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഇറങ്ങുന്ന സമയത്തിന് നല്ല സമയം നോക്കി ഇറങ്ങിയാൽ കഷ്ടതയൊന്നും വരാതെ പോകും. അതിനു വേണ്ടി നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. നമ്മളിങ്ങനെ ഓരോ ദിവസം ഗണിച്ച് നോക്കുമ്പോൾ ചില ദിവസത്തിൽ ചില കഷ്ടതകൾ കാണുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്കും കൂടി നിർദ്ദേശം തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മളിലേക്ക് വരും. അപ്പോൾ രാഹുകാല സമയം നോക്കുമ്പോൾ ശരിക്ക് 3 മണി മുതൽ 4:30 മണി വരെയാണ് രാഹുകാലം എന്നിട്ടിട്ടുണ്ട്. 3 മണി 3 മിനിറ്റ് തൊട്ട് തുടങ്ങും. ശരിക്ക് 4:30 ഏകദേശം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ രാഹുകാലം കടന്നു പോവുകയാണ്. അതുപോലെ ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ല. അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം 12:10 തൊട്ട് 1 മണി 38 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം ശരിക്കും 9 മണി 17 മിനിറ്റ് തൊട്ട് 10:43 വരെയും. ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എടുക്കാം. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമുക്ക് ആ ഒരു സമയത്ത് എത്ര കൊള്ളാത്ത സമയത്ത് ഒരു പോസിറ്റീവ് കവചം നമുക്കുണ്ടാക്കി തരുന്നതാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11:46 തൊട്ട് 12:34 വരെ 48 മിനിറ്റ് നേരം സമയമുള്ളതിൽ 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. 12:06 തൊട്ട് 12:10 വരെ ഈ സമയം അത്ര നല്ലതല്ല. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ചുവപ്പ് കളറ്, അതായത് റെഡ് കളറ് നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. അത് വസ്ത്രമായിട്ടോ അല്ലെങ്കിൽ ഷാളായിട്ടോ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് ചൊവ്വയുടെ പോസിറ്റീവ് എനർജി വരുത്താനും ചൊവ്വയുടെ നെഗറ്റീവ് മാറാനും സഹായകരമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.